ഈ ബാഗും തൂക്കി ലല്ലല പാടി എങ്ങോട്ടാന്നല്ലേ? ബാഗല്ല, സഞ്ചി സഞ്ചി. ഇതിന് നമ്മൾ നാടൻ ഭാഷയിൽ സഞ്ചി എന്ന് പറയും. നമ്മളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തില്ലായിരുന്നോ? അതിൻ്റെ ആൾക്കാർക്കുള്ള ഗിഫ്റ്റ് കൊടുത്തോന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അത് കൊടുക്കാൻ പോയതാണ്. അതിനിടയ്ക്ക് നിങ്ങളെ ഞാനൊരു സൂത്രം കാണിക്കാവേ. സാധാരണ പിള്ളേർ വണ്ടിയെ കയറുമ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുവേ, വേറൊരാൾ വണ്ടിയെ കയറിയ ഭയങ്കര പുള്ളി വണ്ടി ഇരുന്ന് വാങ്ങിയെന്ന് പറഞ്ഞത് പുള്ളിക്ക് പിടിച്ചില്ല. എനിവേ, ബൈ ദ ബൈ, നമ്മൾക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്ന മുസഫയിലുള്ള ജസീല എന്ന് പറയുന്ന ആക്കാന്ന് പറഞ്ഞില്ലേ, ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നേ. അപ്പം നമ്മൾ നേരത്തെ വിളിച്ചു, നമ്മൾ ഇന്ന സമയത്ത് മുസഫ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് കൊടുക്കാൻ പോവുകയാണേ. ശരിക്കും അത് രണ്ടാമത്തെ ഗിഫ്റ്റ് അടിച്ചത് ഏറ്റവും വിറ്റ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്ക്. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ, തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആൾക്കൊക്കെ ഗിഫ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ. എനിവേ നമ്മൾ ഈ ഗിഫ്റ്റും കൊണ്ട് മുസഫ വരെ പോകുന്നതല്ലേ, ആദ്യം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പയ്യന്നൂർ കയറുതാണേ. ശരിക്കും ഞാനും ചേടുവും ബിരിയാണിയാണ് പറഞ്ഞത്. ജസ്റ്റ് നല്ല മീൻ വറുത്തതും ചോറും ഒക്കെ പറഞ്ഞെന്നേ. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ബിരിയാണിക്ക് വരും ചോറെടുത്ത് കഴിക്കാൻ തോന്നി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കിയാലും അയലോക്കത്തെ വീട്ടിൽ നിന്ന് വരുന്ന ഫുഡിനെ മണമടിക്കുമ്പം നമുക്ക് അങ്ങോട്ടൊരു കൂറ് തോന്നുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. എൻ്റെ പ്ലേറ്റ് നിറച്ച് ബിരിയാണി ഉണ്ടായിട്ടും ജസ്റ്റിയുടെ പ്ലേറ്റ് കൈയിട്ട് വാരി കഴിക്കുന്ന ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബിരിയാണി കണ്ട് നിങ്ങൾ അന്തം വിട്ട് കണ്ണ് നല്ലതൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇത്രയും ബിരിയാണിയൊന്നും പറഞ്ഞൊന്നുമല്ല. ആ സപ്ലൈ ചെയ്യാൻ വന്ന പുള്ളിക്കാരൻ ആ ബിരിയാണി ചെമ്പ് കമത്തി ഇട്ടതാണ്. അങ്ങനെ ഞങ്ങളിതേ ഫുഡെല്ലാം കഴിച്ച് ജസീലയുടെ ഫ്ലാറ്റിൻ്റെ താഴെ ചെന്നു കേട്ടോ. ഇവിടെയാണ് പുള്ളിക്കാരത്തി താമസിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നൊന്നുമില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ. ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾ കേട്ടോ. കുറേ വർത്താനമൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് എനിക്ക് റിട്ടേൺ ആയിട്ടൊരു സാധനം തന്നു. എന്തോ ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയില്ല, നമ്മുടെ കേക്ക് പോലിരിക്കുന്നൊരു സാധനമാണ്. പക്ഷേ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനവും അതുണ്ടാക്കിയ ആളെ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.